ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന പുതിയ സിനിമയുടെ റിവ്യൂവുമായാണ്. ധ്യാൻ ശ്രീനിവാസിന് ഒരു ക്ലീൻ ഹിറ്റ് ലഭിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ചിക്കാവ് എന്ന ഗ്രാമത്തിലാണ് കഥ ആരംഭിക്കുന്നത്. ക്രൈം റേറ്റ് വളരെ കുറഞ്ഞ സമാധാനപരമായ ഒരു ഗ്രാമം. അവിടെ ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടറായ ഉജ്ജ്വലൻ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ തെളിയിച്ച് അവിടെ ഗ്രാമത്തിൻ്റെ ഒരു ചെറിയൊരു താരമായി മാറുന്നു. പോലീസുകാരെ പല കേസുകളിൽ സഹായിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വളരെയധികം സ്ഥാനവും SI ആയി വളരെയധികം ചെങ്ങാത്തമുള്ള ഒരു വ്യക്തിയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പക്ഷെ പിന്നീട് ക്രൈം റേറ്റ് കുറഞ്ഞ ഈ ഗ്രാമത്തിൽ ഒരു കൊലപാതകം സംഭവിക്കുകയാണ്. ആദ്യം തന്നെ SIയും ഉജ്ജ്വലനും ഭയക്കുകയാണ്, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നീട് രണ്ടാമത് ഒരു കൊലപാതകം കൂടി നടക്കുന്നു. ഇവർക്ക് യാതൊരുവിധ തുമ്പും കിട്ടുന്നില്ല. മൂർച്ചയേറിയ ഒരു ആയുധം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇവർക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കാനായി എത്തുന്നു. സിജി വിൽസനാണ് ആ ടീമിലെ മെയിൻ പോലീസ് ഓഫീസർ. അദ്ദേഹം താമസിക്കാൻ വരുന്നതും ഉജ്ജ്വലൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഔട്ട് ഹൗസിൽ തന്നെയാണ്. അങ്ങനെ പോലീസുകാരൻ വന്നതിന് ശേഷവും നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുകയാണ്. ഇതിനിടയിൽ സിജു വിൽസന്റെ ക്യാരക്ടറും ഉജ്ജ്വലനും പരസ്പരം ചെളിവാരി അറിയുന്നുണ്ട്. സിജു വിൽസന്റെ ക്യാരക്ടർ ഉജ്ജ്വലൻ്റെ അച്ഛനായ കോട്ടയം നസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ കുറ്റം പറയുമ്പോൾ ഉജ്ജ്വലൻ തിരിച്ച് സിജു വിൽസനെയും കുറ്റം പറയുന്നു. പരസ്പരം വാശി കയറി ആരാദ്യം ഈ കേസ് തെളിയിക്കും എന്നൊക്കെ അവർ മത്സരിക്കുന്നുണ്ട്. എങ്കിലും അവസാനം തങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത അവർ ഉടലെടുക്കുന്നു. തുടർന്ന് ഉജ്ജ്വലൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഐഡിയയിൽ അവർ ഈ കൊലപാതകയെ കണ്ടുപിടിക്കുന്നു. ക്ലൈമാക്സ് ട്വിസ്റ്റ് അതിഗംഭീരമെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും കൊലപാതകി. അതുമാത്രമല്ല, ഒരു വ്യക്തിക്ക് കുട്ടിക്കാലത്ത് ലഭിക്കുന്ന അനുഭവങ്ങളാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് എന്ന വ്യക്തമായ സന്ദേശം ഈ സിനിമ നൽകുന്നുണ്ട്. ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പോയിൻ്റായി എടുത്തു പറയാവുന്നത് ആ ഗ്രാമീണ ഭംഗി തന്നെയാണ്. പാലക്കാട്ടെ ഗ്രാമത്തിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്രെയിമും അതിഗംഭീരം തന്നെയാണ്.